CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരിയിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ രണ്ടാം പ്രതിയായ യുവതി പിടിയിൽ. ഒന്നാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ 31 വയസ്സുള്ള ജാബിറിന്റെ സഹോദരന്റെ ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശി ഷാനയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാബിറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. ആദൂർ കണ്ടേരിവളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുരുവായൂർ ദേവസ്വം ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തെ CPIM കറവപ്പശുവായി കാണുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. കുന്നംകുളം നഗരസഭ മുൻ ഹെൽത്ത് സൂപ്പർവൈസർക്കെതിരെയുള്ള ഓഡിറ്റ് തടസ്സം ഒഴിവാക്കുന്നത് സംബന്ധിച്ച അജണ്ട നഗരസഭാ കൌൺസിൽ യോഗം വോട്ടിനിട്ട് അംഗീകരിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അജണ്ട വോട്ടിനിട്ടത്. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങോട് നീട്ടിയത്തുപടി പരേതനായ അയ്യപ്പന്റെ മകൻ 40 വയസ്സുള്ള മഹേഷിനെയാണ് പെരിങ്ങോട് ഹൈസ്കൂളിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സെപ്റ്റി ടാങ്കിന് സമീപത്തുള്ള കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മയക്കുമരുന്നായ 4 ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി കരിയന്നൂർ സ്വദേശി കോരത്ത് വളപ്പിൽ വീട്ടിൽ സുജിത്തിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിൽ മലയാളത്തിന്റെ പ്രിയകവി പ്രൊഫസർ V മധുസൂദനൻ നായർ പങ്കെടുത്ത കവിയും കവിതയും എന്ന പേരിൽ കാവ്യസല്ലാപം സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ പെരുമണ്ണ് കിഴക്ക് സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെയും ചെമ്പിനി റോഡിന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. കടവല്ലൂരിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് പിറകുവശത്ത് കോട്ടോൽപ്പാടം റോഡിന് സമീപത്തു നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. പുന്നൂർകുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ, കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് 2 ദിവസങ്ങളിലായി ശാസ്ത്രമേള നടന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. വെളിയങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ +2 അധിക ബാച്ചിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈർ നിർവഹിച്ചു. ചാലിശ്ശേരി കൃഷിഭവനിൽ നിന്നും കാസർകോട്ടേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ R സുദർശന് പെരുമണ്ണൂർ PFA ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.